നിന്നിൽ അലിയുവോളം. രചന അപ്പൂസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മാഷേ. ചാരുകസേരയിലിരുന്ന് ഓടിന്റെ ഇടയിലൂടെ നൂഴിനിറങ്ങുന്ന മഴമണികളെ സാഗൂതം വീക്ഷിക്കായിരുന്ന ജയന്തൻ ആ വിളികൾക്ക് തിരിഞ്ഞു നോക്കി. എന്താ മീരെ? അദ്ദേഹം അവരോട് ചോദിച്ചു. ഒന്നില്ല, വെറുതെ. ഒരു പുഞ്ചിരിയോടെ മീര പറഞ്ഞു. നമുക്ക് ഈ മഴയൊന്നും നനഞ്ഞാലോടെ. ഒരു കുസൃതിയോടെ നോട്ടമെറിഞ്ഞ് ജയന്തനെ മീര കണ്ണുകൂർപ്പിച്ചാണ് നോക്കിയത്. പണ്ടത്തെ ആ 17 വയസ്സല്ല മാഷേ, വയസ്സ് 70 ആകും അടുത്ത മാസം. അവർ കള്ളദേഷ്യത്തോടെ ഉമ്മറത്ത് അരമതിലിരുന്നു. നോട്ടം ആ മഴയിലേക്കും ഇടയ്ക്ക് ജയന്തനിലേക്കും പാറി വീഴുന്നുമുണ്ട്. അത് കാണാൻ ജയന്തനിൽ ഒരു ചിരി വിരിഞ്ഞു. ആ മഴയുടെ താളവും ഭാവവും ആസ്വദിച്ച് അവരെത്ര നേരം ഇരുന്നെന്നറിഞ്ഞില്ല. ഭിത്തിയിൽ തൂക്കിയിട്ട ഘടികാരം ചലിക്കുന്ന ശബ്ദവും മഴയുടെ സംഗീതവും മാത്രമേ അവിടെ ശബ്ദിച്ചുള്ളൂ. ഒരു മിന്നൽ പിണർപ്പ് ആകാശത്തിലൂടെ കടന്നുപോയി. കൂടെ ഇട്ട് ദിക്കും വിറപ്പിച്ച് ഇടിയും. സ്നേഹമോള് നമ്മൾ ഓർക്കുന്നുണ്ടാവും മാഷേ? ഒട്ടൊരു നിശബ്ദതയ്ക്ക് വിരാമമിട്ട് മീര ദൂരേക്ക് മിഴികൾ നട്ട് ചോദിച്ചു. ആവും, അറിയില്ല. നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല മീരെ. നിർവികാരതയോടെ ജയന്തം പറഞ്ഞു. മഴയോ ഇടിയോ വന്നാൽ പേടിച്ച് എൻ്റെ നേരിയതിൽ തൂങ്ങുന്ന പെണ്ണ ഇപ്പൊ എന്നെക്കാൾ എത്രയോ മുകളിലായിരിക്കണം. നന്നായി വരട്ടെ എൻ്റെ കുട്ടി. അവരുടെ മിഴികളിൽ ഒരു കാലവർഷം. ജയന്തനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണ്? കിങ്ങിണിയെ കാണാൻ കൊതിയായിട്ട് പാടില്ല. കണ്ടിട്ട് 1 വർഷത്തോളായിരിക്കണം ലേ മാഷേ? ഒരത്ഭുതം നിറഞ്ഞ ഭാഗത്തോടെ മീര ജയന്തനെ നോക്കി. അദ്ദേഹം ഒരു ചിരിയിരിച്ചു. വേദനയാവാം ആ ചിരിയിൽ നിറഞ്ഞു നിന്ന്. സതീഷും സുമേഷും എവിടെയാണെന്ന് വല്ല അറിവുണ്ടോ മാഷേ? പിന്നെയും ചോദ്യങ്ങൾ മീരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. സതീഷ് ബോംബെയില, സുമേഷ് കർണാടകയിലും. ഏതോ ഒരു കത്തിൽ പറഞ്ഞ ഓർമ്മയാ. ഇപ്പം എവിടെയാണെന്ന് എനിക്കറിയില്ല മീരെ. അദ്ദേഹം ചാരുകസയിൽ നിവർന്നിരുന്നു. അപ്പോഴും 10 മടങ്ങ് ഊർജത്തിൽ നൃത്തം ചവിട്ടുകയായിരുന്നവൾ. ജയന്തൻ അരമതിലിരുന്ന പഴയകാലത്തെ റേഡിയോ ഓണാക്കി വെച്ചു. ആ വീട്ടിലെ 3ാമത്തെ വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു മധുരമൂറുന്ന സ്വരത്തിൽ. ജയന്തന്റെ മിഴികൾ മീരയിൽ പതിയിരുന്നു. മിഴികൾ ചിമ്മാൻ മറന്നുപോയോ അദ്ദേഹം? അതറിഞ്ഞ പോലെ മീരയിൽ ഒരു ചിരി വിരിഞ്ഞു. പ്രണയപ്പൂക്കൾ കണ്ണുകൾ വിരിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. 60ാം വയസ്സിലും താൻ ആ 16 വയസ്സുകാരിയാവുന്ന അവൻ അറിയുന്നുണ്ടായിരുന്നു. സിന്ദൂരരേഖയിലെ ചുമപ്പ് ചുളുങ്ങിയ കവിളിണങ്ങളെ തഴുകിയ പോലെ. നാണം വരുന്നുണ്ടോ മീരെ? ഒരു കള്ളച്ചിരിയോട് അദ്ദേഹം ചോദിച്ചു. അവരൊന്ന് പിടഞ്ഞുപോയി. പിന്നെ ഈ വയസ്സാം കാലത്ത് നാണം ഒന്ന് പോന്റെ മാഷേ. മുഖം അദ്ദേഹത്തിൽ നിന്ന് ഒളിക്കുന്ന പോലെ മഴയിലേക്ക് കണ്ണു നട്ട് തിരിഞ്ഞിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഒരു കുസൃതി ചിരിയോടെ ജയന്ത പറഞ്ഞു. മീര കള്ളപരിഭവത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിയതും അവരിൽ നാണം നിറഞ്ഞു. ഒരത്ഭുതത്തോടെ അവർ ഓർത്തു. ഈ പ്രായത്തിലും തനിക്ക് പ്രണയത്തിന്റെ ചുമപ്പോ? മണിക്കൂറുകൾ നീണ്ടുനിന്ന നൃത്തത്തിന്റെ ക്ഷീണത്തിലാവാം അവൾ തന്റെ ചിലങ്കൂരി വൃക്ഷത്തിന് നൽകി. അവൾ തന്നെ തുലാവർഷമേ. മുറ്റത്തെ പവിഴമല്ലി മുഴുവൻ മണ്ണിൽ കുതിർന്നു. തറവാടിന്റെ കാർന്നോരായ പുളിമരം തന്റെ ഇലകളെ ഭൂമിക്ക് കടം കൊടുത്തു. ഇനി വേരിലൂടെ അവൾ പുനർജനിച്ചോളുമെന്ന വിശ്വാസത്തിൽ. മീരെ, ഞാനിപ്പോൾ വരാട്ടോ. അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് ജയന്തൻ കവലയിലേക്ക് കൈലിമുണ്ട് മടക്കി കുത്തി നടന്നു. തോളിൽ കിടന്ന കാവി തോർത്തൊന്ന് കുടഞ്ഞ് തോളിൽ തന്നെ ഇട്ടു. വേഗം വരണേ മാഷേ. അകത്തുനിന്ന് മീരയെ വിളിച്ചു പറയുന്നത് മൺപാതയിലേക്ക് ഇറങ്ങിയ ജയന്തൻ കേട്ടിരുന്നു. മഴ തോർന്നും നേരിയ സൂര്യപ്രകാശം മാത്രം കടന്നു വന്നു. ആ പ്രകാശത്തിൽ നെൽക്കതിരുകൾ വിരാജിച്ചിരുന്ന ജലബിന്ദു ഒന്നുകൂടെ ഗർവോടെ ഞെളിഞ്ഞിരുന്നു. വീശിയ ഇളം കാറ്റിൽ അവൾ കുണുങ്ങി ചിരിച്ചു. ആ ഇളം കുളിരുള്ള കാറ്റിൽ ജയന്തൻ ഇളം ചിരിയോടെ നടന്നു. കവലടുത്തായിരുന്നതിനാൽ വേഗം എത്തിച്ചേർന്നു. ചന്ദ്രോ, 3 പരിപ്പ് വട. ഫുൾ കൈ ഷർട്ടൊന്ന് തിരുത്തി കയറ്റി തോർത്തൊന്ന് കുടഞ്ഞുകൊണ്ട് ആ കവലയിൽ എല്ലാവരും കൂടുന്ന ചായക്കടയുടെ ബെഞ്ചിലിരുന്നു. ചായ എടുക്കട്ടെ ജയന്ത മാഷേ? ചന്ദ്രനൊരു പുഞ്ചിരിയോട് ചോദിച്ചു. വേണ്ട ചന്ദ്ര, താൻ ആ പരിപ്പോടെങ്കിൽ പെട്ടെന്ന് നിൽക്ക്. സന്ധ്യ മയങ്ങി. കണ്ണിന് ചെറിയ മൂടലുണ്ട്. കണ്ണട എടുത്തിട്ടില്ല. ജയന്തൻ പറഞ്ഞു. അയാൾ വേഗം ഒരു പത്രപേപ്പറിൽ പരിപ്പോടെ പൊഞ്ഞ് അദ്ദേഹത്തിന് നൽകി. കയ്യിൽ കരുതിയ പൈസ ചന്ദ്രന് കൊടുത്തോണ്ട് അദ്ദേഹം വേഗം എഴുന്നേറ്റു. അപ്പോഴും ചായക്കടയുടെ ഒരു ഭാഗത്ത് ആ നാടിന്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്ന ഒരു കൂട്ടം മനുഷ്യർ. അതിൽ പാലുകാരൻ കോയയുണ്ട്, നാരായണൻ പണിക്കരുണ്ട്, ശങ്കുണ്ണിമാരാരുണ്ട്, കപ്പ്യാർ ഔസേപ്പുണ്ട്. അങ്ങനെ പല ആളുകൾ. അവർക്കെല്ലാവരും പുഞ്ചിരി സമ്മാനിച്ച് ജയന്തൻ വഴിയിലേക്ക് ഇറങ്ങി. മീര ടീച്ചറുടെ കൂടെ ഇരുന്ന് പരിപ്പോടെ കഴിച്ചാലേ മാഷിനെ ഇറങ്ങും. നടന്നു നീങ്ങുന്ന അദ്ദേഹത്തെ നോക്കി ഒരു കുസൃതിയോടെ ചന്ദ്രൻ പറഞ്ഞു. ശരിയാ, അവരുടെ സ്നേഹം കാണുമ്പോൾ അസൂയ തോന്നാ ശങ്കുണ്ണി. നാരായണനും അതോടൊപ്പം കൂടി. 3 മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് കെട്ടിച്ചു വിട്ട് ഇപ്പൊ അവൽക്കാർക്കും ആ 2 പേരെയും വേണ്ട. അല്ലാ, കോയൊന്ന് എടുവേർപ്പെട്ടു. വിധി, അല്ലാതെ ഇപ്പൊ എന്താ പറയാ? ഔസേപ്പ് ചായ മൊത്തി കുടിച്ചു. എന്നാലും അവരുടെ സ്നേഹത്തിനൊരു കുറവില്ല കേട്ടോ. ഇപ്പോഴും മധുര 17 വിചാരം 2 പേർക്കും. ശങ്കുണ്ണിമാരെ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ആ സംഭാഷണം അവസാനിച്ചു. അന്നത്തെ ചർച്ച കഴിഞ്ഞതും അവരെല്ലാം അവരവരുടെ കൂരയിലേക്ക് ചേക്കേറി. ജയന്തൻ ആ മൺപാതയിലൂടെ പതിയെ നടന്നു. വിരലുകളുടെ ഇടയിലിരുന്ന ബീഡി വായിലേക്ക് വെച്ചൊന്ന് പുകച്ചു. ആരെങ്കിലും പരിസരത്ത് ഉണ്ടോ എന്നറിയാൻ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുറ്റും പരതി.
ആരും തന്നെ ആ വഴിപ്പാതിലില്ലെന്നറിഞ്ഞതോടെ സ്വസ്ഥമായി പുക വലിച്ചു വിട്ടു. അദ്ദേഹത്തിന്റെ തലയിൽ വെള്ളത്തുള്ളികൾ വീണ് ചിതറി. അവൾ പെയ്യാൻ തുടങ്ങിയിരുന്നു. തുലാവർഷമേ. അവൾ കുണുങ്ങി കുണുങ്ങി കരയാൻ തുടങ്ങി. പതിയെ പതിയെ ആർത്ത് കരയിലായി മാറി. വീടെത്തിയതും ജയന്തൻ ഉമ്മറത്തേക്ക് നോക്കി. ഇല്ല, മീര അവിടെ ഇല്ല. അദ്ദേഹം ഒരു ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ബീഡി വലിച്ചെറിഞ്ഞു. പുക ഊതി ഊതി കളഞ്ഞു. എന്നാൽ ഇതെല്ലാം രണ്ട് കുസൃതികളുടെ കണ്ണിൽ പതിഞ്ഞിരുന്നു. അവർ കുസൃതി ചിരിയോടെ മീരയുടെ അരികിലേക്ക് ഓടി. എന്റെ കണ്ണാ, മീര എങ്ങാനും പിടിച്ച ഇന്നത്തേക്കുള്ള വകയായി. അദ്ദേഹം ഒന്ന് ചുമച്ചുകൊണ്ട് മുറ്റത്തേക്ക് കയറി. ചെടിച്ചട്ടിയിൽ വിടർന്നു നിൽക്കുന്ന പനിനീർ ചെടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ 19 വർഷം പിന്നിലേക്ക് ചലിച്ചു. ആ വഴിപ്പാതിൽ കൂട്ടുകാരികൾക്കൊപ്പം നടന്നു നീങ്ങുന്ന ഒരു പാവാടക്കാരി, രണ്ടു വശത്തായി പിന്നിട്ട മുടിയുടെ ഒരു വശത്ത് വിടർന്നു നിൽക്കുന്ന ഒരു പനിനീർ റോസ്, തന്നെ കാണുമ്പോൾ മാത്രം പിടക്കുന്ന മിഴികളുള്ളവൾ, തന്നെ കാണുമ്പോൾ മാത്രം അധരങ്ങൾ വിരിയുന്ന പുഞ്ചിരി, തന്നെ കാണുമ്പോൾ മാത്രം അവളുടെ മുഖമറിയാതെ താഴ്ന്നു പോകും. എന്തോ അറിയാതെ മനസ്സിൽ പതിഞ്ഞു പോയി ആ മുഖം. പിന്നെ അങ്ങോട്ട് ആ മുഖം മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരത്ഭുതത്തോടെ അറിയുകയായിരുന്നു. ഇന്നും മീരയെ ഓർക്കുമ്പോൾ ഒരു കുളിരാണ്. ഒരു മകരമാസത്തിന് നൽകാനാവാത്ത കുളിര്, പ്രണയത്തിന്റെ കുളിര്, പ്രണയത്തിന്റെ നാളുകൾ. താൻ അറിഞ്ഞിരുന്നില്ല ആ പാവാടക്കാരി തന്റെ വിദ്യാർത്ഥിയായി വരുമെന്ന്. പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ തന്നെ എങ്ങനെ പ്രണയിക്കുമെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. എന്തെന്നില്ലാത്ത അസ്വസ്ഥതയായിരുന്നു ആ മാസങ്ങളിൽ. അവളെ കാണുമ്പോൾ അവളിലേക്ക് ചായാൻ തുടങ്ങുന്ന മനസ്സ്, അവളുടെ മിഴികൾ പതിയുമ്പോൾ ഉയരുന്ന ഹൃദയതാളം. അവൾക്ക് വേണ്ടി തന്നെയാണ് ഈ നാട്ടിൽ നിന്ന് മദ്രാസിലേക്ക് പോയത്. പ്രണയിക്കുന്നവൾ തന്റെ സ്റ്റുഡന്റ് ആണെന്നറിഞ്ഞാൽ അവളെ തനിക്ക് തരില്ലെന്നൊരു തോന്നൽ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹം, കുട്ടികൾ, ജീവിതം എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ പോയി. എന്നാൽ ഒന്ന് മാത്രം ഇന്നൊരു വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു: പ്രണയം. പ്രണയത്തിന് ലോകം പ്രായം കൽപ്പിച്ചിട്ടില്ലല്ലോ. ജയന്തനിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പ്രണയത്തിൽ ചാലിച്ച പുഞ്ചിരി. വീടിന്റെ പടി ചവിട്ടിയതും കാറ്റുപോലെ മീര ജയന്തന്റെ മുമ്പിൽ പ്രത്യക്ഷമായി. അദ്ദേഹം ആദ്യമൊന്ന് പേടിച്ചു പോയി. പിന്നെ അവരെ നോക്കി ചിരിച്ചു. പ്രിയതമ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നതിന്റെ പരിപ്പാടാ. ഒരു കള്ളച്ചിരിയോടെ ജയന്തൻ അവർക്ക് നേരെ നീട്ടി. അവരത് തട്ടിപ്പറിച്ച് അദ്ദേഹത്തെ കൂർപ്പിച്ച് നോക്കി. പതിയെ അദ്ദേഹത്തിനരികിൽ വന്ന് മണത്ത് നോക്കി. നിങ്ങൾ വലിച്ചു അല്ലേ? കണ്ണുകൾ കൂർപ്പിച്ച് നോക്കുന്നവളെ കുസൃതിയോടെ ജയന്തൻ ചേർത്ത് പിടിച്ചു. തണുപ്പല്ലേടോ, ഒന്ന് വലിച്ചാ നല്ല സുഖ. തനിക്ക് വേണോ? കണ്ണുകളിൽ കുസൃതി നിറച്ച് ജയന്തൻ മീരയുടെ കാതിൽ പറഞ്ഞു. മാറങ്ങടും, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ആസ്പത്രി പോയി കിടക്കാനാണ് മാഷിന്റെ ഭാവം? മീരയുടെ ചോദ്യത്തിൽ ജയന്തൻ ചിരിച്ചതേയുള്ളൂ. എന്തു പറഞ്ഞാലും ചിരിച്ചോളൂ, എനിക്ക് മാഷേയുള്ളൂ, അത് ഓർമ്മ വേണം. കണ്ണുകൾ നിറച്ച് മീര പറഞ്ഞപ്പോൾ ജയന്തൻ അവരൊന്നുകൂടി ചേർത്ത് പിടിച്ചു. ഇനി വലിക്കില്ലടോ, വാക്ക്. ഇനിയൊന്ന് ചിരിക്കടോ ഭാര്യ. ചിരിച്ചുകൊണ്ട് പറയുന്ന അദ്ദേഹത്തെ അവരും ചിരിയോടെ നോക്കി. നിക്ക്, കാപ്പി ഇപ്പൊ കൊണ്ടുവരാട്ടോ. അതും പറഞ്ഞ് മീര പതിയെ അടുക്കളയിലേക്ക് നടന്നു. പതിയെ പോ മീരേ. കരുതലോടെ ജയന്തൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചാരികസയിലിരുന്നു. അപ്പോഴും റേഡിയോ പാടുന്നുണ്ടായിരുന്നു. 1 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പറഞ്ഞു തീരാത്ത ഒരുപാട് കഥകളുണ്ടായിരുന്നു. മതിവരാത്ത ഓർമ്മകൾ താലോലിച്ച് അവർ പിന്നെ ആ ഉമ്മറത്തിരുന്നു. അപ്പോഴും അവൾ നൃത്തം ചവിട്ടുന്നുണ്ടായിരുന്നു. തുലാവർഷമേ. ഇപ്പോഴും പ്രണയിക്കുകയാണവർ, പരിധികളില്ലാതെ. നിനക്ക് ഞാനും എനിക്ക് നീയും എന്ന പല്ലവി പാടി അവരിന്നും പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രണയം 70-ാം വയസ്സിലും ജയന്തനെ 17-കാരനാക്കുകയാണ്. മീരയെയും പ്രണയിച്ചു തീരാത്ത പോലെ തോന്നിയവർക്ക് ഇപ്പോഴും ചിറകടിച്ച് പറക്കുന്ന 2 ഇണക്കുരുവികളായി ജയന്തനും മീരയും ജീവിക്കുകയാണ്. അത്രമേൽ ആസ്വദിച്ച് കളരി വീട്ടിൽ ജയന്തനും മീരയും പ്രണയിക്കട്ടെ, മതിവരാതെ.